ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ദൈവത്തിന്റെ ദാനമായ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ എപ്രകാരം രൂപപ്പെടുന്നു എന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ലക്ഷക്കണക്കിന് ബീജങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിലെത്തിയ ശേഷം അണ്ഡവാഹിനിക്കുഴൽ അഥവാ ഫെലോപ്പിയൻ ട്യൂബിലൂടെ അണ്ഡത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഫെലോപ്പിയൻ ട്യൂബിന്റെ അവസാന ഭാഗത്ത് അണ്ഡാശയം അഥവാ ഓവറിയോട് ചേർന്ന ഭാഗത്താണ് അണ്ഡം ബീജത്തെ കാത്തു നിൽക്കുന്നത്. ഗർഭപാത്രത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ കുറച്ചു മാത്രമേ അണ്ഡത്തിന്റെ അടുക്കൽ എത്തുകയുള്ളൂ. അവയെല്ലാം തന്നെ അണ്ഡവുമായി യോജിക്കാൻ ശ്രമം നടത്തും. ഏറ്റവും ആരോഗ്യമുള്ളതിൽ ഒരു ബീജം മാത്രമേ അണ്ഡവുമായി സംയോജിക്കുകയുള്ളൂ. ബീജം ഉൽപ്പാദിപ്പിക്കുന്ന ചില എൻസൈമുകളുടെ സഹായത്താൽ അണ്ഡത്തിന്റെ ആവരണം ഭേദിച്ച് ഒരു ബീജം അകത്തെത്തുന്നതോടെ മറ്റു ബീജങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധം അണ്ഡാവരണം ദൃഢമാകുന്നു. ഇതിനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ഈ മനോഹര നിമിഷത്തിൽ എപ്പോഴാണ് ദൈവം ആ കുഞ്ഞിന്റെ ആത്മാവിനെ സൃഷ്ടിക്കുന്നതെന്ന് അവിടത്തേക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. വചനം ഇപ്രകാരം പറയുന്നു, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. ബീജത്തിലുള്ള അപ്പന്റെ 23 ക്രോമോസോമുകളും അണ്ഡത്തിലുള്ള അമ്മയുടെ 23 ക്രോമോസോമുകളും സംയോജിക്കുന്നതോടെ 46 അഥവാ 23 ജോഡി ക്രോമോസോമുകളോട് കൂടിയ അനന്യമായ DNA ഉള്ള ഒരു മനുഷ്യൻ രൂപപ്പെടുകയാണ്. ഒരു മനുഷ്യായുസ് മുഴുവനും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഈ ജനിതക ബ്ലൂ പ്രിന്റിൽ കുഞ്ഞിന്റെ ലിംഗം, കണ്ണിന്റെയും മുടിയുടെയും ചർമ്മത്തിന്റെയും നിറം, അങ്ങനെ അനവധി സവിശേഷതകൾ നിർണയിക്കപ്പെടുന്നു. ഒരു കോശം മാത്രമേ ഈ കുഞ്ഞു ശരീരത്തിന് ഇപ്പോൾ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും വളരുന്നത് പോലെ കോശങ്ങൾ വിഭജിച്ചാണ് ഓരോ കുഞ്ഞും വളരുന്നത്. 1 2 2 4 4 8 അങ്ങനെ കോശങ്ങളുടെ എണ്ണം വർദ്ധിച്ച് കുഞ്ഞ് സ്വയം വളരാൻ തുടങ്ങുന്നു. ഈ അവസ്ഥയിൽ കുഞ്ഞിനെ ശാസ്ത്രം വിളിക്കുന്നത് എംബ്രിയോ എന്നാണ്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞ് ഗർഭപാത്രത്തിലേക്ക് എത്തുന്നത് അണ്ഡവാഹിനിക്കുഴലിലെ നേർത്ത നാരുപോലുള്ള ഫിലികളുടെ സഹായത്തോടെയാണ്. ഈ പ്രക്രിയയിൽ എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോഴാണ് ട്യൂബൽ പ്രഗ്നൻസി അഥവാ എക്ടോപിക് പ്രഗ്നൻസി എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപുള്ള 2 ആഴ്ചയോളം ഹോർമോണുകളുടെ സഹായത്തോടെ ഗർഭാശയ ഭിത്തി കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഗർഭാശയത്തിൽ എത്തിച്ചേരുന്ന കുഞ്ഞ് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഈ സമയത്ത് പോലും അമ്മ അറിയുന്നില്ല തൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങിയത്. കോശങ്ങൾ വിഭജിച്ച് വളരുന്ന കുഞ്ഞിന് രൂപത്തിലും ഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. അണ്ഡത്തിന്റെ ഒരു ഭാഗം പ്ലാസന്റ അഥവാ മറുപിള്ളയായി മാറുന്നു. ഇതിലൂടെയാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിന് വേണ്ട പോഷകങ്ങൾ ലഭിക്കുന്നത്. ഗർഭധാരണത്തിന് വെറും 22 ദിവസത്തിനുള്ളിൽ ഒരു കുഞ്ഞു ഹൃദയം മിടിക്കാൻ തുടങ്ങുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോഷകങ്ങൾ എത്തിക്കുന്ന ഒരു ബേസിക് സർക്കുലേറ്ററി സിസ്റ്റം സ്ഥാപിതമാവുകയും ചെയ്യുന്നു. 38 ആഴ്ച നീളുന്ന ഗർഭകാലത്തിന്റെ ആദ്യ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ഒട്ടുമിക്ക ശരീരഭാഗങ്ങൾ ഉണ്ടാവുകയും പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നു എന്നത് നാം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു വസ്തുതയാണ്. അമ്മയുടെ ശരീരവുമായി കുഞ്ഞിനെ ബന്ധപ്പെടുത്തുന്നത് പൊക്കിൾക്കുടി അഥവാ അംബിലിക്കൽ കോഡാണ്. കുഞ്ഞ് സ്വയമാണ് വളരുന്നത് എന്നതാണ് സത്യം. അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഒരു വ്യക്തി സ്വന്തമായി വളരാൻ സാഹചര്യങ്ങളും ലഭ്യമാകുന്ന വിഭവങ്ങളും ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഗർഭാവസ്ഥയിലെ സാഹചര്യങ്ങളും അമ്മയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു കുഞ്ഞ് വളരുന്നത്. ഏകദേശം 6 ആഴ്ച പ്രായമാകുമ്പോൾ തന്നെ കണ്ണുകളും മൂക്കും വായും ചെവിയും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങും. നെർവസ് സിസ്റ്റവും വികസിക്കുന്നു.
നാഡീകോശങ്ങൾ ഏകദേശം മിനിറ്റിൽ 1,00,000 എന്ന തോതിലാണ് രൂപപ്പെടുന്നത്. കുഞ്ഞിന്റെ തലച്ചോർ വളരുന്നതനുസരിച്ച് 6 ആഴ്ചയും 2 ദിവസവും പ്രായമാകുമ്പോൾ തന്നെ ബ്രെയിൻ വേവ്സ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. 9 ആഴ്ചയാകുമ്പോൾ കുഞ്ഞ് തള്ളവിരൽ വായിലിടാനും നെടുവീർപ്പിടാനും കൈകളും കാലുകളും മുഖവും നിവർത്താനും വെളിച്ചവും സ്പർശനവും മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും തുടങ്ങുന്നു. 9.5 ആഴ്ചയാകുമ്പോൾ കോട്ടുവായിടാൻ തുടങ്ങുന്നു. 10 ആഴ്ച പ്രായമായ ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ എല്ലാ അവയവങ്ങളുടെയും പ്രത്യേകതകളുടെയും അടിസ്ഥാന രൂപവും ഭാവവും കൈവരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലിൽ വൺസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ് എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ ഫീറ്റസ് എന്നാണ് ഇനി മുതൽ കുഞ്ഞ് അറിയപ്പെടുന്നത്. 10 ആഴ്ചയിൽ കുഞ്ഞിന് വിരലടയാളം ഉണ്ടാവാൻ ആരംഭിക്കുകയും നടക്കുന്നതിന് സമാനമായ ചലനങ്ങൾ ശീലിക്കുകയും ചെയ്യുന്നു. 11 ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന്റെ വായും ചുണ്ടുകളും പൂർണ്ണമായും രൂപപ്പെടുകയും വീണ്ടും വളരുകയും ചെയ്യുന്നു. മുൻപോട്ടുള്ള നാളുകളിൽ വിവിധ കഴിവുകൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. കേൾക്കുക, ഉറങ്ങുക, ഉറക്കമുണരുക, ശബ്ദത്തോടും വെളിച്ചത്തോടും ചൂടിനോടും പ്രതികരിക്കുക, രുചി താല്പര്യങ്ങൾ ഉണ്ടാവുക, അമ്മയുടെ ശബ്ദം തിരിച്ചറിയുക, അങ്ങനെ പലതും പ്രസവത്തിന് മുൻപുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയിലെ പതിവുകളാണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് കുഞ്ഞിനെ സ്വാധീനിക്കാൻ കഴിയുന്നു. കുഞ്ഞിന് അമ്മയുടെ സന്തോഷങ്ങളോടും വേദനകളോടും പ്രതികരിക്കാൻ കഴിയും. ഒരു കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കും. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും കുഞ്ഞിനോട് സംസാരിക്കുന്നതും സന്തോഷത്തോടും നന്ദിയോടും കൂടിയായിരിക്കുന്നതും കുഞ്ഞിന്റെ ആത്മീയവും മാനസികവുമായ ശരിയായ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ഒരാൾ എങ്ങനെയാണ് ഗർഭിണിയായത് എന്നതോ ആരിൽ നിന്നുമാണ് ഗർഭിണിയായത് എന്നതോ മനുഷ്യജീവന്റെ മൂല്യത്തെ നിർണയിക്കുന്ന ഘടകങ്ങളല്ല. മറിച്ച് തന്റെ പദ്ധതിയിൽ പങ്കുചേർക്കുന്നതിനായി ദൈവം ഒരു പുതിയ ജീവന് രൂപം നൽകി എന്നതിലാണ് ഓരോ മനുഷ്യജീവന്റെയും മേന്മ. അംഗവൈകല്യത്തോടുകൂടെ ജനിക്കുന്നത് കൊണ്ട് ഒരു ജീവന്റെയും മൂല്യം കുറഞ്ഞു പോകുന്നുമില്ല. അമ്മയുടെ ഉദരത്തിലുള്ള ഓരോ ജീവനെയും ദൈവം സ്നേഹിക്കുന്നു എന്നതും ഒരു പുതിയ ജീവന് രൂപം കൊടുക്കാൻ ദൈവം തിരുമനസ്സായി എന്നതും തന്നെയാണ് ഗർഭാവസ്ഥയിലുള്ള ഓരോ ശിശുവിൻ്റെയും മൂല്യം. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ഏറ്റവും പ്രകടമാകുന്നത്.